ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഹാൻഡ്സ് ഓൺ ദ ബസ. ഏത് കിഴങ്ങിനെയാണ് ഇംഗ്ലീഷിൽ ചൈനീസ് പൊട്ടറ്റോ എന്ന് വിളിക്കുന്നത്? ഓ യെസ്, ഐ സോ them go first. ശിൽപ. കൂർക്ക. കൂർക്ക, നമ്മുടെ കൂർക്ക. അതിനെ ചൈനീസ് പൊട്ടറ്റോ എന്നാണ് വിളിക്കുന്നത്. അതെ. And then you're absolutely right. ഒരു ചോദ്യം അവർ ഉത്തരം നൽകി കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിനും കൂടി നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ യു ഗൈസ് ആർ ഔട്ട്. അടുത്ത ചോദ്യത്തിന് നിങ്ങളാണ് ഉത്തരം നൽകുന്നതെങ്കിൽ പിന്നെയുള്ള ചാൻസ് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ആ ടൈ ബ്രേക്കർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യയിലുള്ള ഏത് ബാങ്കിന്റെ ലോഗോയിലാണ് ത്രിവേണി സംഗമം കാണാൻ സാധിക്കുക? ബാങ്ക് ഓഫ് ബറോഡ. ഉറപ്പായിട്ടുള്ള ഉത്തരമാണെങ്കിൽ മാത്രം കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ ഐ എം ടെലിംഗ് യു ആർ ഓൾമോസ്റ്റ് ഇപ്പൊ ഈ പറയുന്നത് പോലെ ഈ ഉത്തരം രണ്ടുപേരും ഉത്തരം പറഞ്ഞില്ലെങ്കിലും യു ഗൈസ് ആർ ഔട്ട് ഓഫ് ദ ഗെയിം. ഉറപ്പായിട്ടുള്ള ഉത്തരമാണെങ്കിൽ മാത്രം ഞാൻ ഒഫീഷ്യൽ ആൻസർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാം. I am really sorry. We have to run on. വേഗം. അറിയില്ല. രണ്ടുപേർക്കും അറിയില്ല. രണ്ടുപേർക്കും അറിയില്ല. പറഞ്ഞു നോക്കൂ. പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഒഫീഷ്യൽ ആൻസർ ആയിട്ട് പറയുകയാണ് അല്ലേ? റോങ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് റോങ് ആണ്. ആൻഡ് യു സെഡ് ബാങ്ക് ഓഫ് ബറോഡ, ദാറ്റ്സ് ഓൾസോ റോങ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഇറ്റ്സ് അലഹബാദ് ബാങ്ക്. ഓക്കെ, ആലോചിച്ചിട്ട് പോലില്ല. ഈ ത്രിവേണി സംഗമം അവിടെയാണെന്നാണല്ലോ സങ്കല്പം, അതുകൊണ്ടാണ്. പഞ്ചാബാണെ 5 നദി വേണ്ടേ? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. നിങ്ങള് യാത്ര is almost over, but you can actually end theirs as well if you know the answer. Last question. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് പോടില്ല അല്ലേ? ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ നൽകിയ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ പെട്ടിയിൽ എപ്പോഴും സൂക്ഷിച്ചു. ഏതാണ് ആ പുസ്തകം? ഭയങ്കര ഫേമസ് ബുക്ക്. I knew this. പേര് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബുക്കാണ്. പറ ദീപു. ദീപു വായിക്കുന്ന പുസ്തകങ്ങൾ പറയൂ. അയ്യേ, മുത്തിച്ചിപ്പിന്നൊന്നും പറയരുത്. അയ്യേ, വലിയ പുസ്തകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. രക്ഷയില്ല. I ഒരു know, clue. but കിട്ടുന്നില്ല. Yeah. I know. എല്ലാവർക്കും അറിയാം ഈ പുസ്തകത്തിന്റെ പേര്. ക്ലൂ ഉണ്ടോ? ക്ലൂ ആണോ? ഇതിന് എന്ത് ക്ലൂ തരാനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. This the face that lost. I know. I'll have to actually wind this up. Audience, ആരുടെയും കയ്യിൽ ഉത്തരവുണ്ടോ? മാഡം എന്തോ പറഞ്ഞു. മാക്ബത്താ? ഷേക്സ്പിയർ എഴുതിയ മാക്ബത്ത് ആണോ? വാർഡൻ മാഡം. ഇവിടെ കല്ലില്ലല്ലോ എനിക്ക്. ഇല്ല, ഒത്തില്ല. ഇത്രയും ഒത്തിട്ടില്ല. സത്യമായിട്ട് ഒത്തില്ല. മൈക്കി പറയണ്ട കേട്ടോ. ഇല്ല, രക്ഷയില്ല. ലീവ് ഇറ്റ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ക്വസ്റ്റ്യനിലൂടെ നമ്മുടെ ഈ ഒരു ഗെയിം അവസാനിക്കുന്നത്. ഇനി ഉത്തരം മനസ്സിലായോ? ഇല്ല, കിട്ടുന്നില്ല പേര്. ഓമർ എഴുതിയത് 2 വലിയ കാവ്യങ്ങളാണ്. ഒന്നിന്റെ പേര് ഒഡീസി, മറ്റേതിന്റെ പേര് ഇലിയഡ്. And Iliad was the one book that Alexander the Great used to travel. Okay? But great game, all of you. I have one more clue for the audience watching. അല്ലെ, നമ്മളെ ചുറ്റുവട്ടത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തിരുന്ന് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ക്ലൂ കൂടി കൊടുക്കാം. രുചികരമായിട്ടുള്ള ഈ കടൽ വിഭവത്തിന്റെ പേര് നമ്മുടെ നാട്ടിൽ മുടി എന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നുമാണ് ഉണ്ടാവുന്നത്. ഉത്തരം മനസ്സിലായിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഫോർ ദ QR കോഡ് ടു അപ്പിയർ ഓൺ യുവർ സ്ക്രീൻ. ആ QR കോഡ് സ്കാൻ ചെയ്ത് ഉത്തരങ്ങൾ എത്രയും വേഗം അയച്ചോളൂ. ആൻഡ് എ ചാൻസ് ഫോർ യു ടു വിൻ പിറ്റാപ്പിളിൽ ഏജൻസീസ് നൽകുന്ന ഈ ബ്യൂട്ടിഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. സോ എല്ലാവരും have a great night and see you on the next episode. Take care and bye everyone.